കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ആ ആയത്തെ 3 വട്ടമല്ല 7 വട്ടം. ഫകശഫ്നാ അൻക ഗിതാക് ഫബസറുക അൽയൗമ ഹദീദ്. 7 തവണ ഓരോ ആയത്തിന്റെ ശേഷവും ഹബീബായ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് ഓരോ കൈകൊണ്ടും കണ്ണിന്റെ പുരികം മുതൽ ഇങ്ങനെ തടവുക. അങ്ങനെ 7 തവണ. ഫകശഫ്നാ, മനസ്സിലായില്ല നിങ്ങൾക്ക്? കാഴ്ചശക്തി വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട വചനം സൂറത്തുൽ ഹദീദിൽ നിന്നുള്ള ഫകശഫ്നാ അൻക ഗിതാക് ഫബസറുക അൽയൗമ ഹദീദ്. ഈ ആയത്തോടെയിട്ട് 1 തവണ സ്വലാത്ത് ചൊല്ലുക, 3 തവണ സ്വലാത്തിന്റെ മുസ്തഫ നബിയുടെ പേരിൽ. അങ്ങനെ എത്ര തവണ? 7 തവണ. കാഴ്ചശക്തി വർദ്ധിക്കും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കും. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഒരാൾ നോക്കൂ, പല്ല് സംബന്ധമായ രോഗങ്ങൾക്ക് സൂറത്തുൽ അൻആമിൽ 13-ാമത്തെ വചനം വലഹുമാ സകന ഫിൽ ലൈലി വന്നഹാരി വഹുവസ് സമീഉൽ അലീം. പല്ല് സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം. അൻആം സൂറത്ത് 13. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തൊണ്ടവേദന മാറാൻ അധികരിച്ച് ഖുർആൻ ഓതുക. തൊണ്ടവേദന ഒരാൾ റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞു. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസിലത്ത് ബിൻ അസ്ഖർ റളിയല്ലാഹു അൻഹു ഖാല, വാസില റളിയല്ലാഹു അൻഹു പറയാണ്, ജാ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ ഹബീബായ നബിയുടെ അരികിൽ വന്നു. ഫശകായില വജഅ ഹൽഖിഹി, തൊണ്ടവേദനയാണ് എന്ന് പറഞ്ഞു. നമ്മൾ ടോൺസിലസ് മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതിനൊക്കെ ഉള്ള ഒരു ശമനം. മരുന്ന് ഉപയോഗിക്കണ്ടേ? മരുന്ന് ഉപയോഗിക്കാം. മരുന്നുമാരുടെ തന്നെ മരുന്ന് ഉറങ്ങരുത്, മരുന്നുമാരുടെ തന്നെ. എന്നാൽ ആ മരുന്നിൽ ഷിഫായിനെ നിക്ഷേപിക്കേണ്ടത് അല്ലാഹു ആകുന്നു. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. ഡോക്ടർമാർ കഴിയൊഴിഞ്ഞ കാര്യം ഖുർആനോട് ദുആ ചെയ്തതിന്റെ പേരിൽ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗികൾ ഖുർആനോട് ദുആ ചെയ്തതിന്റെ പേരിൽ ഇന്നും ആരോഗ്യവാന്മാരായി നടക്കുന്ന ചിത്രം ഈ സദസ്സിലുണ്ട്. തൊണ്ടവേദന മാറാൻ എന്താ മരുന്ന് പറഞ്ഞത്? എന്നും എന്ത് ചെയ്യാ? ഉറക്കപ്പറ. ഒരാൾക്ക് മൂക്കിൽ നിന്ന് രക്തമൊലിക്കുന്ന രോഗമാണെങ്കിൽ പരിഹാരം സൂറത്ത് ഹൂദ് ആയത്ത് 44. وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر. മൂക്കിന്ന് രക്തമൊലിക്കുന്ന രോഗമാണ് ഒരാൾക്ക്. പരിഹാരം സൂറത്ത് ഹൂദ് ആയത്ത് നമ്പർ 44. അങ്ങനെയാണ്. ഒരാൾക്ക് തൊലിയിൽ പലജാതി പൊങ്ങുക, തൊലിയിൽ പലതും പൊങ്ങുക, തൊലിയിൽ സ്കിന്നൊക്കെ ഇങ്ങനെ നാശാവും. എന്നല്ലോ പലർക്കുള്ള ഒരു വലിയ രോഗമാണ്. എന്താ പരിഹാരം? പരിഹാരം അൽ ബഖറ 251 ആയത്ത്. എല്ലാ ഫർള് നമസ്കാരങ്ങളെ ശേഷവും ഓതിയിട്ട് ശരീരത്തിൽ ഊതിത്തടവുക. ഔകല്ലദി മറ അലാ ഖറിയ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ ഫമാതഹുല്ലാഹു മിഅത ആമിൻ എന്ന് തുടങ്ങുന്ന അൽ ബഖറയിൽ 259 ആയത്ത്. എല്ലാ ഫർള് നമസ്കാരങ്ങളെ ശേഷം ഓതിയിട്ട് ശരീരത്തിൽ തടവുക. ശരീരത്തിൽ പലത് ജാതി സ്കിന്നിന്റെ രോഗങ്ങൾ, തൊലി രോഗങ്ങൾ, ഇത് ഖുർആനാണ്. ഹിദായത്തു ഹഖ്ഖിൻ മിനാ റഹ്മാനി മുഹ്ദസാത്തുൻ ഖദീമത്തുൻ സിഫാത്തുൽ മൗസൂഫി ബിൽ ഖിദമി മൗലായ സ്വല്ലി വസ على حبيبك خير الخلق كلهم. തേള് കടിച്ചാൽ എന്താ ചെയ്യാ? തേള് കടിച്ചാൽ ഉപ്പും വെള്ളം കൊണ്ടുവരിക. കടിച്ചെടുത്ത് എന്നിട്ട് എന്ത് ചെയ്യാ? ആ ഉപ്പും വെള്ളം ഇങ്ങനെ എന്ത് ചെയ്യാ? ഒലിക്കുക. ഒലിപ്പിക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദും ഫലഖുൻ നാസും ഓതുക.
തേള് കടിച്ചാൽ മരുന്ന്. മുസന്നഫിന് ഹബീബായ നബിയെ ഒരു രാത്രി തേള് കടിച്ചു. ഉടനെ മുസ്തഫ നബി പറഞ്ഞു, കൊണ്ടുവരൂ ബിമായും വമിൽഹിൻ, വെള്ളം ഉപ്പ് കൊണ്ടുവരുമെന്ന് മുസ്തഫ നബി പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ് വേഗം വെള്ളത്തിലിട്ടു, കുറുക്കി. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഫസബ്ബ, ആ വേദനിക്കുന്ന കടിച്ച ഭാഗത്തേക്ക് ആ ഉപ്പും വെള്ളവും ഇങ്ങനെ കുറുക്കിയത് ഇങ്ങനെ ഒഴിപ്പിച്ചു. അപ്പോൾ ഓടുകയും ചെയ്തു. ഏത് ഖുൽഹുവല്ലാഹു അഹദ് ഫലഖ് നാസ് എന്ന്. പാമ്പ് കടിച്ച രോഗത്തിനും ഇത് പറ്റുമെന്ന് പ്രധാനപ്പെട്ട അഭിപ്രായം. പ്രസവത്തിന് ബുദ്ധിമുട്ടായാൽ ഒരുപാട് മരുന്നുണ്ട്. ഒരു മരുന്ന് ഒരു മരുന്ന് കുങ്കുമം കൊണ്ട്, കുങ്കുമത്തിൽ പനിനീർ വെള്ളം ചേർത്തിട്ട് ഒരു ശുദ്ധിയായ പാത്രത്തിൽ സൂറത്തുൽ ഇൻശിഖാഖ് എഴുതുക. അത് പെണ്ണിന് 3 കുടിക്കാൻ കൊടുക്കുകയും അവളുടെ വയറ്റിന്റെ മേൽ തെളിക്കുകയും ചെയ്യുക. ഇത് വളരെ ഫലവത്താണെന്ന് ഇബ്നു തൈമിയ്യ പോലും തന്റെ ഫതാവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ എന്റെ കയ്യിൽ രേഖയുണ്ട്. ഇനി ഗൾഫിൽ നിന്ന് കിതാബ് വരുത്തേണ്ട ആവശ്യമല്ല. ഇതൊക്കെ എന്റെ കയ്യിൽ രേഖയുള്ള സംഗതികളാണ്. നീ കാസിമിന്റെ കേസറ്റ് കണ്ടിട്ട് ഇതൊക്കെ വിട്ടതാവെന്ന് വിചാരിക്കണ്ട. നേരെ എന്റെ അടുത്ത് വന്നാൽ മതി. ഒക്കെ കിതാബ് ഞാൻ മണിമണിയായി കാണിച്ചു. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ എന്റെ കയ്യിൽ രേഖയുള്ളതാണ്. ഇബ്നു തൈമിയ്യ പോലും തന്റെ ഫതാവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരു പെണ്ണിനെ പ്രസവം ബുദ്ധിമുട്ടായാൽ കുങ്കുമം, മാവർത്ത് മനസ്സിലായില്ലേ? പനിനീർ വെള്ളം കുങ്കുമം കൂട്ടിയിട്ട്, കുങ്കുമത്തെ പനിനീർ വെള്ളത്തിൽ ചാലിച്ച് ഒരു പാത്രത്തിൽ എഴുതുക. സൂറത്തുൽ ഇൻശിഖാഖ്. ഇദസ്സമാഉൻ ശഖ്ഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖത് വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. ആ സൂറത്ത് എഴുതുക. എന്നിട്ട് 3 തവണയായി ആ പെണ്ണിനെ കുടിക്കാൻ കൊടുക്കുകയും വയുറശു അലാ ബത്നിഹാ, വയറ്റിലേക്ക് കൊടയുകയും ചെയ്യുക എന്ന്. എന്നാൽ അവളുടെ പ്രസവം എളുപ്പമാകുമെന്ന് ഇബ്നു തൈമിയ്യ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ മുഫ്തിയായിരുന്നു മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അനവധി അലി ഇബ്നു അബി താലിബ് പ്രസവവേദന ഇളകിയ ആളുകൾ ഓടി വരും ആരടുത്തേക്ക്? സയ്യിദുനാ അലി. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? നേരിട്ട് ചെയ്യാൻ മാത്രവുമല്ല, കുടുങ്ങിയാൽ നേരിട്ട് ചെയ്യാം. സാലിഹ്യങ്ങൾ രോഗ ചികിത്സക്ക് ഇജാസത്ത് മശായിഖന്മാരിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലാണ് അഥറുള്ളത്. ശ്രദ്ധിക്കുക. ഇതെന്തിനാ ഞാൻ ഇവിടെ പറയുന്നത്? ഇതില്ല ഇവിടെ കോഴിക്കോട്ടെ കുറെ പത്രങ്ങൾ കഴിഞ്ഞ കൊല്ലം എഴുതി. നിങ്ങളിൽ കുറെ ആളുകൾ വായിച്ചിട്ട് ഇതൊക്കെ ഇല്ലാത്തതാകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള മറുപടിയാണ്. എന്നാൽ കുടുങ്ങിയാൽ നമുക്ക് തന്നെ ചെയ്യാം. എന്നാൽ മശായിഖന്മാരിൽ നിന്ന് ഇജാസത്തുള്ള മഹാന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിനാണ് അഥറുണ്ടാവുക. ഒരു ഫാത്തിഹ ഓടിയിട്ടിന്റെ കാര്യത്തിൽ ഞാൻ ഓടുന്നതും ഒരു സാലിഹിനെ കൊണ്ട് ഓദിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അവരെ റീഖിനെ അവരെ ഉമ്മിനീരിന് വ്യത്യാസമില്ല. ഒരു ഉമ്മിനീരിന് ഹബീബായ റസൂലുള്ളാഹ് തുപ്പി എന്തിലേക്ക്? ആ തുപ്പിയ വെള്ളം അപ്പം നമ്മൾ കുടിക്കണം. എന്തിലേക്ക്? മാവു സംസം ഹബീബായ നബി തുപ്പിയതാണ്. ഇന്ന് വരെ പിന്നെ വറ്റിയിട്ടില്ല. അഥവാ ഇന്നത്തെ വെള്ളവും മഖ്ലൂഖും ബിരീഖിൽ മുസ്തഫ, അതിന്റെ ഒരു തഫ്സീർ ഇന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിന്റെ തുപ്പിനീര് കിട്ടാൻ വേണ്ടി ആയിരിക്കും അയക്കാൻ ഉപ്പിയത്. തിരിഞ്ഞില്ലല്ലോ റബ്ബേ. ഇന്ന് റസൂലുള്ളാഹിന്റെ ഉമിനീര് കിട്ടാൻ ഒരു മാർഗം എന്തേ ഉള്ളൂ? സംസം വെള്ളം. അതിൽ സംസമാണ് റീഖുൻ നബിയ്യ്, വല്ലാത്ത മരുന്നാണ്, സിദ്ധൌഷധം. എന്തുകൊണ്ട്? ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പുള്ള സംസമിനേക്കാൾ ഇന്നത് മുശറഫാണ്. എന്തുകൊണ്ട്? മഖ്ലൂത്തും ബിരീഖിൻ നബി, ഹബീബായ നബിയുടെ ഉമിനീര് കൂടി അതിലുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഉമിനീരിന്, സാലിഹ്യങ്ങളെ ഉമിനീരിന് പ്രാധാന്യമുണ്ട്. കുട്ടികൾക്ക് തഹ്നീക്ക് ചെയ്യേണ്ടത് എങ്ങനെയാ? സാലിഹ്യങ്ങൾ കാരക്ക വായിലിട്ട് ചവക്കുക, നല്ല ചവക്കുക. എന്നിട്ട് കുഴമ്പ് പോലെ ആക്കുക, തേന് പോലെ ആക്കുക. എന്നിട്ട് സാലിഹായ ആ മനുഷ്യൻ തിന്നുന്ന ആ ചാലിച്ച